ഹലോ, ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അൻസിബിനെയും ഋഷിനെയും ഇട്ടിട്ട് പിന്നെ ലാലേട്ടൻ നല്ലോണം ഫയർ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. ഋഷിയുടെ പിന്നെ ഓരോരുത്തരെ വിളിക്കുന്ന രീതികളൊക്കെ മോശമല്ലേ എന്നുള്ളതിൽ. പിന്നെ അൻസിബ പറയുന്നതിന് മാത്രം അനുസരിച്ചിട്ടാണോ ഋഷി നിൽക്കുന്നത്, ക്യാപ്റ്റൻസിയൊക്കെ അങ്ങനെയാണോ, ഒരു പപ്പറ്റ് പോലെയാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നൊക്കെയാണ് ഇതിൽ ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അൻസിബനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണോ അൻസിബ എന്നുള്ളത്. അന്നേരം അൻസിബ പറയുന്നുണ്ട് അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആ തെറ്റിദ്ധാരണ ആയിരിക്കുന്നത്. പിന്നെ നന്ദനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദന പറയുന്നുണ്ട് ഋഷി അൻസിബൻ്റെ കയ്യിലൊരു പെപ്പറ്റായിട്ടാണ് നിന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഇത്രമാത്രം ഫയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഋഷി അവിടെ വിളിച്ചിട്ടുള്ളത് എടി പൊടി എന്നുള്ള ആ ഒരു ടോക്ക്, അങ്ങനെ ആ ഒരു യൂഷ്വൽ ടോക്കായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലും വലിയ ഭാഷകൾ പറഞ്ഞിട്ട് അവിടെ നിന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്, റസ്മിന്, പിന്നെ അങ്ങനെ 2-3 ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ വെച്ചാൽ ഇതിലും വലിയ കാര്യങ്ങളാണ്. ജാസ്മിനൊക്കെ പിന്നെ ജയിലിൽ കിടന്ന ആ സമയത്ത് ജിൻഡോയൊന്നും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൊട്ട അങ്ങനത്തെ ഓരോരോ മീനിങ്സൊക്കെ. പക്ഷേ അന്നേരവും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അത് വെറുതെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇത്രയും ഒരു രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ ഈ ഒരു ബിഗ് ബോസിൻ്റെ മെയിൻ എന്താ വെച്ചാൽ നല്ലോണം കളിച്ച് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ഫയർ ചെയ്തിട്ട് അവിടെ പിന്നെ ആ ഒരു കളി സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഋഷി സിബിനെ പോലെ ആവില്ല എന്ന് വിചാരിക്കുക. കാരണം സിബിനും ഇങ്ങനെ തന്നെ ആയിരുന്നു. പെട്ടെന്നുള്ള ആ ഒരു ഫയറിങ്ങിൽ ഒന്നായിട്ടൊരു ഷോക്കായി പോയിട്ട് അങ്ങനെയാണ് പിന്നെ സിബിന് കിറ്റ് ചെയ്യാൻ പോകാൻ നിൽക്കാനുള്ള ആ ഒരു ഇതിൽ ബിഗ് ബോസ് ഔട്ടാക്കുന്നത്. കാരണം ജാസ്മിനൊക്കെ ഒരു വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ വന്ന് ഇത്രയും മോശമായ രീതിയിലുള്ള സംസാരവും പിന്നെ എന്താ വെച്ചാൽ ഒരാളുമായിട്ടൊരു സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫേസ് എക്സ്പ്രഷനൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ ഒരു വെറുപ്പ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ജാസ്മിൻ്റെത്. അപ്പോൾ അതിനൊന്നും ഇത്രയും രീതിയിൽ ഫയർ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ബിഗ് ബോസ് ചില ആൾക്കാരോട് ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് നമുക്കിതിന്ന് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ റസ്മിനെ ചിലപ്പോൾ ഒന്നും പറയലുണ്ടാവില്ല. കാരണം റസ്മിനെ സിജോനെ വിളിച്ച ആ ഒരു ഇതിൽ അതെന്താണെന്നൊന്നും നമുക്ക് പ്രൊമോയിലൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ലൈവ് അപ്ഡേഷൻസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.